അരുന്ധതി വന്നിറങ്ങുമ്പോൾ മായക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഗായത്രി ആകെ ഷോക്കായിട്ട് ഡോറ തുറന്നിട്ട് മുന്നോട്ട് വരികയാണ് കേട്ടോ. പിന്നീട് അരുന്ധതി പറയുന്നുണ്ട്, ചേച്ചി ഭരത്തേട്ടനറിയാതെ അമ്മയും അനുമാമനും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഭരത്തേട്ടനെ കൊണ്ട് സേതുവേട്ടനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. അന്ന് അഭിയേട്ടൻ അമ്മയ്ക്കെതിരെ പരാതിപ്പെട്ടതിന്റെ ശിക്ഷയായിട്ടാണ് അതേ നാണയത്തിൽ തന്നെ ഭരത്തേട്ടനെ കൊണ്ട് സേതുവേട്ടനെതിരെ പരാതി കൊടുപ്പിച്ചത്. അപ്പോൾ ഭാവന ചോദിക്കേണ്ടത്, അരുന്ധതി ഇത് നിനക്ക് ഭരത്തിനോട് പറയാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അരുന്ധതി പറയുന്നില്ല, ഞാൻ പറയുന്നതാ ചേച്ചി, പക്ഷേ ഭരത്തേട്ടൻ തിരിച്ചെന്നോട് ദേഷ്യപ്പെട്ടു. പിന്നീട് അരുന്ധതി അകത്തേക്ക് കയറി ചെല്ലാണ്ട് എന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട്, ആൻറ്റി, ഞാൻ ഈ വീട്ടിലെ മരുമകളാകാൻ ആഗ്രഹിച്ചത് ഭരത്തേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, മായേച്ചിയുടെയും ഭാവനേച്ചിയുടെയും സ്നേഹം കണ്ടിട്ടാണ്. അതൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഭരത്തേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞോളം, ദയവായി എന്നെ പറഞ്ഞു വിടരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവന അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. എന്നിട്ട് പറയുന്നത്, കണ്ടോ അമ്മ, ഇതാണ് അമ്മ ചെയ്തിട്ടുള്ള പുണ്യ ഫലങ്ങളുടെ പ്രതിഫലം. എത്ര തള്ളിക്കളയാൻ ശ്രമിച്ചാലും നന്മയുള്ളവർ എന്നും നമ്മളെ തേടി വരും. സ്നേഹം പ്രതീക്ഷിക്കാതെ കിട്ടിയാലും ചോദിച്ചു വാങ്ങിച്ചാലും സ്നേഹം തന്നെയാണ് അമ്മേ. അമ്മയുടെ മക്കളെക്കാളും എത്രയോ മുകളിലാണ് അമ്മക്ക് കിട്ടിയ 4 മരുമക്കളുടെയും സ്ഥാനം. ആദ്യമായി ഈ വീടിന്റെ പടി കയറി വന്ന മായേച്ചിയാണമ്മ ഈ വീടിന്റെ ഐശ്വര്യം. രണ്ടാമത്, ബാമക്കൊരു തെറ്റിപ്പറ്റിയിട്ടാണെങ്കിലും അഭി എത്രയോ നല്ലവനാണ്. പിന്നെ സൂര്യയെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയണ്ടല്ലോ. അമ്മയുടെ ഈ മോളെ വലിച്ചെറിയാതെ ഇന്നും പൊന്നുപോലെ നോക്കുന്നില്ല അമ്മേ. ഇപ്പോഴിതാ ഇവള് വന്നിരിക്കുന്നത് സ്വന്തം അമ്മയുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അതിനർത്ഥം എന്താ? ഇവൾക്ക് വലുത് നമ്മളും ഈ വീടും അമ്മയും ഒക്കെയാണെന്നല്ലേ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രിന്റെ കണ്ണ് നിറയാണ്. അവർ കരയാണ് കേട്ടോ. എന്നിട്ട് പോയിട്ട് മായയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നീട് മായ ഗായത്രിയോട് ക്ഷമ ചോദിക്കുകയാണ്. അമ്മയെ കളഞ്ഞിട്ട് ഞാൻ എവിടെ പോകാനാ? എന്റെ ദേഷ്യം എന്റെ അമ്മയുടെ മുന്നിലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റൂ. ഇങ്ങനെ പറഞ്ഞ മായയും കരയാണ്. അങ്ങനെ അവർ 5 പേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭരത്തിന്റെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ. അവരെ വിളിക്കുന്നത് അരുന്ധതിയാണ്. അപ്പൊ ഫോൺ എടുത്തിട്ട് ഭരത് ചോദിക്കുന്നത്, അരുന്ധതി നീ എവിടെയാണെന്ന്. അരുന്ധതി പറയുന്നത്, ഞാനിപ്പോൾ ഭരത്തേട്ടന്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവൻ ചോദിക്കാൻ, നീ എന്നെ കളിയാക്കുവാണ്? ഭരത്തേട്ടൻ എന്ത് വേണമെങ്കിലും എടുത്തോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഞാനായിട്ട് തന്നെ തീർത്തോളാം. അപ്പോൾ ഭരത് മനസ്സിലായില്ല എന്ന് പറയാണ്. അപ്പൊ അരുന്ധതി പറയുന്നുണ്ട്, ഭരത്തേട്ടൻ സേതുവേട്ടനെതിരെ കംപ്ലൈന്റ് ചെയ്ത പരാതി പിൻവലിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും വരില്ല. അപ്പൊ ഭരത് പറയുന്നുണ്ട്, അരുന്ധതി നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല, ഭരത്തേട്ടനാണെന്ന് അരുന്ധതി തിരിച്ചു പറയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭരത്തേട്ടൻ ചെയ്തില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അരുന്ധതി പറയുന്നുണ്ട്, അതെ, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അത് മാത്രമല്ല, സേതുവേട്ടനെ പോലീസ് ഉപദ്രവിക്കുകയോ കോടതി ശിക്ഷിക്കുകയോ ചെയ്താൽ ആ നിമിഷം ഞാനും ഭരത്തേട്ടനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും. ഇത് അരുന്ധതിയാണ് പറയുന്നത്. എന്റെ അമ്മയുടെ ആഗ്രഹവും ഇത് തന്നെയായിരിക്കും. ഇനി എന്ത് വേണമെന്ന് ഭരത്തേട്ടൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അരുന്ധതി. ഭരത്താവട്ടെ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയാണ് കേട്ടോ. അരുന്ധതിയുടെ ഓരോ വാക്കുകളും കേട്ടിട്ട് അവൻ ഷോക്കായി നിന്നിരുന്നു. അപ്പോൾ അവിടെ അമ്പാലിക വരികയാണ്. എന്താ ഭരത് മോനെ ചോദിക്കുകയാണ്. അവൻ ഭരത് പറയുന്നുണ്ട്, അരുന്ധതി ഇപ്പോൾ എന്റെ വീട്ടിലുണ്ട്. അവൾക്ക് ഇത്ര ധിക്കാരമോ എന്ന് അമ്പാലിക ചോദിക്കുകയാണ്. അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ആന്റിയും ചോദിക്കട്ടെ ഭരത്. എന്നിട്ട് പറയുന്നത്, സേതുവേട്ടനെതിരെ ഞാൻ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാനും അവളും തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുമെന്നാണ് അവൾ പറയുന്നത്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന പ്രതാപൻ ക്ലാപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നത്, മിടുക്കി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭരത്തെ, അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അതിന്റെ തെളിവാണ് അവൾ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. അവളാണ് പെണ്ണ്. നിന്നെ ഏട്ടനോട് നിനക്കറിയാത്ത ബഹുമാനമാണ് അവൾക്കുള്ളത്. അപ്പൊ അമ്പാലിക പറയുന്നത്, ഭരത്തെ, നീ ഇത് കേട്ട് നിന്റെ കേസ് പോയി പിൻവലിക്കരുത്. നിന്റെ വിലയാണ് അവിടെ പോകുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നീ അമ്മ പറയുന്നത് കേട്ടാൽ പിന്നെ ഒരിക്കലും അരുന്ധതിയെ നിനക്ക് കിട്ടില്ല. അവൾ അത്രയ്ക്കും വാശിക്കാരിയാണ്. സ്നേഹിച്ചാൽ ഏതറ്റം വരെയും അവൾ പോകും. പറഞ്ഞു പറ്റിച്ചാൽ പിന്നെ അവൾ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഭരതനാകെ വല്ലാതെ പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട്, ഇതൊക്കെ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പ്രതാപേട്ടൻ മനഃപൂർവ്വം പറയുന്നതാണ്. അപ്പോൾ പ്രതാപ് പറയാണ്, ഭരത്തെ, അമ്പയുടെ ആഗ്രഹം നീയും അരുന്ധതിയും തെറ്റിപ്പിരിയണമെന്നാണെങ്കിലോ. അവസാനം ഭരത് പറയുന്നുണ്ട്, വേണ്ട ആന്റി, എനിക്ക് അരുന്ധതിയെ നഷ്ടപ്പെടുത്താനാവില്ല. ഞാൻ അവളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത കേസ് ഞാൻ പിൻവലിക്കാൻ പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതാപൻ ചിരിക്കുകയാണ്. അതേസമയം അരുന്ധതി ആകെ ഭയപ്പെടുകയാണ്. എന്നിട്ട് ഭരത് അവിടെ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ. അവൻ പോയതിനു ശേഷം പ്രതാപൻ പറയുന്നുണ്ട് അമ്പാലികയോട്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ഈ പ്രണയത്തിന്റെ ശക്തി. അവളെ നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ലെന്ന് അവനറിയാം. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഭരത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ അവിടെ ഭാവനയും സേതുവും നിൽക്കുന്നുണ്ട്. അപ്പോൾ സിയെ ചോദിക്കുന്നു, എന്തിനാ ഭരത് പെട്ടെന്ന് പരാതി പിൻവലിക്കാൻ കാരണം? ഭരത് പറയാണ്, ഏട്ടനായി പോയില്ലേ, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെന്ന് ഭരത് പറയാൻ കേട്ടോ. അപ്പോൾ സേതു പറയുന്നുണ്ട്, സാർ, ഞാൻ അവനെ തല്ലി എന്ന് പറഞ്ഞ് നേരെ തന്നെയാ, പക്ഷെ ഞാൻ അവനെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇവൻ എന്ത് പറയുന്നതോ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ സർ.
സ്വന്തം ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവൻ കേസ് പിൻവലിക്കുന്നത്. ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇവന്റെ ഭാര്യ ഇവനോടൊപ്പം പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വന്നിരിപ്പുണ്ട്. എല്ലാം ആ പാവത്തിനറിയാം സേതുവേട്ടനെ കുരിക്കാനുള്ള ശക്തമായ നീക്കങ്ങളാണെന്ന്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ഭരത്തിനോട്, നിങ്ങൾ നാളെ ഈ പോസ്റ്റിൽ ഇരിക്കേണ്ട ആളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പോയി തലയിടുന്നത്? എന്തുണ്ടെങ്കിലും പരസ്പരം സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇവനോട് ഞങ്ങൾക്കാർക്കും വിരോധമില്ല സർ, എല്ലാം ഇവന്റെ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഭരത്തിന്റെ മനസ്സിൽ കയറില്ല ഭാവന, അവനിപ്പോഴും നിങ്ങളോടുള്ള ദേഷ്യം തന്നെയാണ് മനസ്സിലുള്ളത്. എന്നിട്ട് ഭരത്തിനോട് ചോദിക്കുന്നുണ്ട്, ഭരത്തിനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നില്ലേ? അപ്പോൾ ഭരത് പറയാണ്, ഇല്ല സർ, എന്നെ മനസ്സിലാക്കാത്തവരുടെ വീട്ടിലേക്ക് എനിക്ക് പോകണമെന്നില്ല, എനിക്ക് പോണം സർ എന്ന് പറഞ്ഞിട്ട് ഭരത് അവിടെ നിന്നും പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഭാനു ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കാണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ വകയാവട്ടെ എല്ലാവർക്കും ചായ. അപ്പോൾ ഗായത്രി പറയണേ, ഇന്നെങ്കിലും നീ അടുക്കളയിൽ കയറിയല്ലോ. അപ്പോൾ ഭാനു പറയാണ്, അമ്മ ശരിക്കും ഭാവനച്ചയും മായച്ചയും പുറത്താക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകെ പേടിയായിരുന്നു. എന്തായിരുന്നു ദേഷ്യം, ഇറങ്ങിപ്പോടി, ഇവിടെ കണ്ടുപോകരുത്, എന്തൊക്കെയായിരുന്നു പ്രകടനം എന്ന് പറഞ്ഞിട്ട് അവൾ കളിയാക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അരുന്ധതി മായൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് മായോട്, നീ ചിരിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ എല്ലാവരുടെയും കരൾ പറിച്ചെടുത്ത് നീ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ മാത്രം എങ്ങ് പോകണ്ടെന്ന് ഞാനും കരുതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ മായ പറയുന്നതിന് മനസ്സാണല്ലോ അമ്മ എല്ലാവരുടെയും നിലനിൽപ്പ്, അവിടെ കൈവിട്ട് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സും അടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അരുന്ധതിയുടെ വരവും അമ്മയുടെ മനസ്സുമാണ് എന്നെ പിന്തിരിപ്പിച്ചത് എന്നൊക്കെ പറയട്ടെ മായ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, ആരൊക്കെ എവിടെയൊക്കെ പോയാലും എല്ലാവരും സന്തോഷത്തിലായിരിക്കണം. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ആൻറ്റി സമാധാനപ്പെട്, അമ്മയിൽ നിന്ന് തന്നെ നല്ലൊരു അനുഭവം വരുമ്പോൾ ഭരതേട്ടൻ പഠിച്ചോളൂ. അരുന്ധതി പറയുന്നുണ്ട്, അമ്മ മനസ്സ് മാറിയിട്ടാണ് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ആദ്യം വിളിക്കേണ്ടത് അഭിയേട്ടനെയും ബാമേച്ചിയുമായിരുന്നു. അപ്പോൾ മായ പറയും, ഞാൻ അന്നേ പറഞ്ഞിരുന്നു അവരുടെ ഉദ്ദേശം വേറെ എന്തോ ഒന്നാണെന്ന്. അപ്പോൾ ഗായത്രി പറയാണ്, അത് വേറൊന്നുമല്ല, ഭാവനയോടുള്ള ശത്രുതയാണ്. അവളോട് അടുപ്പമുള്ള എല്ലാവരെയും ശത്രുക്കളായി മാറ്റണം, അതിപ്പോൾ നടന്നുവല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാവന സേതുവിനെയും കൊണ്ട് കടന്നു വരുന്നത്. എല്ലാവരും സേതുവിനെ കണ്ട് എണീറ്റ് നിൽക്കുകയും ഓടിച്ചെന്ന് പിടിക്കുകയൊക്കെ ഒന്നുണ്ട്. മായ ചോദിക്കുന്നുണ്ട്, സേതുവേട്ടനെ അവരാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇല്ല എന്ന് സേതു പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അരുന്ധതി ഭരത്തിനെ ഫോൺ ചെയ്ത് വിരട്ടത് കൊണ്ടാണ് അവൻ ഒരു പരാതിയുമില്ല എന്ന് എഴുതി കൊടുത്തത്. അപ്പോൾ ഗായത്രി അരുന്ധതി അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരുന്ധതി പറയാണ്, ഞാൻ ഭരത്തേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു, സേതുവേട്ടനെതിരെയുള്ള പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്ന്. എന്തായാലും അത് ഏറ്റു എന്ന് പറഞ്ഞിട്ട് അരുന്ധതി ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് മായ പോകാൻ ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ അവർ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അരുന്ധതി പറയും, ഈ ഒരു സന്തോഷമാണ് ഭാവനേച്ചി ഞാൻ എന്നും ആഗ്രഹിച്ചു, എല്ലാം ശരിയാകും എന്നൊക്കെ പറയണ്ട ഭാവന. ഇനി എങ്ങനെ വീട്ടിലേക്ക് പോവുകയല്ലേ, ഞാൻ കൊണ്ടുവിടണോ എന്ന് ചോദിക്കാൻ കേട്ടോ അരുന്ധതിയോട് ഭാവന. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല ഭാവനേച്ചി, ഞാനിപ്പോൾ പോകുന്നില്ല, എന്താണ് അവരുടെ അടുത്ത പ്ലാൻ എന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, ഭാവനേച്ചി ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഭരത്തേട്ടൻ അനുമാമനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം അരുന്ധതി, ഭരത്തിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഭരത അവിടെ വരുന്നത്. അവൻ പറയുന്നുണ്ട്, എന്റെ പോക്ക് അപകടത്തിലേക്കാണെങ്കിലേ ഞാനത് സഹിച്ചു. എന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, അരുന്ധതി വാ, ഇനിയൊരു നിമിഷം പോലും നമ്മളെ വീട്ടിൽ നിൽക്കുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോഴും അരുന്ധതി കുലുക്കവുമില്ലാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഭരത് ദേഷ്യത്തോടെ പറയുകയാണെ, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ കൂടെ വരാൻ. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, സോറി ഭരത്തേട്ടാ, ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല, ഈ വീട്ടിൽ എനിക്ക് അല്പം സമാധാനം ഉണ്ടായിരുന്നു, ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് പറയുമ്പോൾ ഭരത് പറയാണ്, അപ്പോൾ നീ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഭരതേട്ടൻ പോയി കേസ് പിൻവലിച്ചത്? ഇങ്ങനെ അരുന്ധതി പറയാം കേട്ടോ ഭരത്തിനോട്. അതിനിടെ കൂടി ദൈവം തന്നോളും എന്ന് പറയാണ്. അപ്പോൾ ഭരത് ദേഷ്യത്തിൽ പറയാണ്, നീ എൻ്റെ കൂടെ വരുന്നോ, ആൻറ്റി അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല ഭരത്തേട്ടൻ, ഭരത്തേട്ടൻ തെറ്റ് ചെയ്തിട്ടാണ് സേതുവേട്ടൻ അത് ചോദിക്കാൻ വന്നത്. മായച്ചിയുടെ മോശമായി പെരുമാറിയത് ഭരത്തേട്ടൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത് പറയാണേ, ദേ അരുന്ധതി, നീ ഇനി ഓരോന്ന് പ്രശ്നങ്ങൾ തുടങ്ങി വെക്കരുത്, ഒടുവിൽ നിനക്ക് ഇവരാരും കാണത്തില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രി പറയാണ്, അവൾക്ക് ബുദ്ധിയുണ്ടടാ, അല്ലാതെ നിന്റെ പോലെ തോന്നുമ്പോൾ മറുകണ്ഠം ചാടാനുള്ള സ്വഭാവമൊന്നും ഇവൾക്കില്ല. അപ്പോൾ ഭരത് പറയണ, അതെ ഞാൻ അങ്ങനെ ഉള്ളവൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഗായത്രി പറയണ, ഇവിടേക്ക് പിന്നെ നിന്നെ ആരെങ്കിലും വിളിച്ചോ, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനാണെന്ന് ഭരത് തിരിച്ചും പറയാൻ കേട്ടോ. എന്നിട്ട് അരുന്ധതി മര്യാദയ്ക്ക് ഇറങ്ങി വാ, എനിക്ക് ഇവിടെ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ആദ്യം അനുമാമനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തി, അദ്ദേഹം അവരുള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് അരുന്ധതി പറയുമ്പോൾ ഭരത് പറയാണ്, എന്തായാലും ഇവിടെയുള്ളവരെക്കാൾ ഭേദമാണ് നിന്റെ അനുമാമൻ. ഇത് കേട്ടതും ഗായത്രി അവന്റെ മുഖത്ത് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രി പറയാണ്, ഇറങ്ങടാ ഇവിടെ നിന്നു, നിന്റെ 2 ചേച്ചിമാരെയും കൊല്ലാൻ നോക്കി ആ പന്നറാസ്കരാണ്, അവൻ ഇവിടെയുള്ളവരെക്കാൾ ഭേദമാണല്ലേ നിനക്ക്, ഇറങ്ങടാ ഇവിടെ നിന്ന് പറയാണ്. ഭരത് പറയാണ്, അമ്മ നോക്കിക്കോ, ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്താമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അപ്പോൾ ഗായത്രി പറയുന്നത്, നിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തി, സ്വന്തം തിരിച്ചറിവ് വരേണ്ട പ്രായത്തിൽ അത് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ദൈവം തമ്പുരാനെ പോലും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അമ്മയുടെ പണം കണ്ടിട്ടാണ് ഭരത്തേട്ടൻ്റെ ഈ മാറ്റമെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല, ജീവിക്കുകയാണെങ്കിൽ നല്ല നട്ടിലുള്ള ആണായിട്ട് തന്നെ ജീവിക്കണം.
അതിന് ഭരത്തേട്ടൻ എൻ്റെ വീട്ടിൽ നിന്നും മാറണം. അല്ലാതെ ഒരിക്കലും മനസ്സമാധാനമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ നീ ഇവിടെ നിന്നോ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനും ജീവിച്ചോളാം. ഇങ്ങനെ പറയാൻ കേട്ടോ ഭരത്. ഈ ഭരത് ആരാണെന്നോ എങ്ങനെയൊക്കെ ജീവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭരത് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ. ശേഷം അരുന്ധതി ഇരുന്ന് കരയാണ്. ഗായത്രി വന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി രാത്രിയായപ്പോൾ ഭരതിന് ഒരുപാട് പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭരതാണെങ്കിൽ എടുക്കൊന്നുമില്ല. അങ്ങനെ അവൾ ആകെ ടെൻഷനാവും കേട്ടോ. വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ റൂമിലിങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് വന്നിട്ട് മായയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അരുന്ധതി ഇനി ഇങ്ങനെ വിഷമിക്കാതെ. ഭരത് നിന്നോട് വഴക്കിട്ട് ഇറങ്ങിപ്പോയെങ്കിലും അവൻ്റെ മനസ്സ് നിറയെ നീയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഭരതിന് കഴിയില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തിരിച്ചു വരും. മാത്രമല്ല നീ പറഞ്ഞതിനും കാര്യമുണ്ടെന്ന് അവന് ബോധ്യപ്പെടുന്നൊരു ദിവസം വരും അരുന്ധതി. അന്ന് അവൻ എല്ലാം മനസ്സിലാക്കും. ഇപ്പോൾ അവൻ്റെ തലയിലാകെ അഹങ്കാരവും ഞങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, മായച്ചി എനിക്ക് മനസ്സിൽ നല്ല വിഷമമൊക്കെ ഉണ്ട്. ഭരത്തേട്ടനോട് ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അതൊട്ടും ഭരത്തേട്ടൻ എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചതുമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്ത നിവർത്തിയുള്ളൂ. ഈ കുടുംബം പഴയതുപോലെ തന്നെ സ്നേഹത്തിനും സന്തോഷത്തിനും മുന്നോട്ട് പോകും. അതിന് ഭരത്തേട്ടൻ മനസ്സ് തുറന്ന് ഒന്ന് എല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അമ്മയുടെ കൂടെ അവിടെ നിന്നാൽ ഭരത്തേട്ടൻ ആകെ കൈവിട്ടു പോകും. കൂടാത്തതിന് ഇപ്പോൾ അങ്കിളും അവിടെയുണ്ട്. അങ്കിൾ ഭരത്തേട്ടനെ നശിപ്പിച്ചേ അടങ്ങൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടേക്ക് ഗായത്രിയും ഭാവനയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഭാവന പറയുന്നുണ്ട്, അരുന്ധതി, ഉള്ളിൽ സ്നേഹമുള്ളവരോട് നമ്മൾ എത്ര വഴക്കിട്ടാലും പിന്നീട് നമ്മുടെ മനസ്സിൽ അതൊരു നൊമ്പരമായിട്ട് കിടക്കും. നിന്റെ മനസ്സ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകും. നീ ഇന്ന് ഇവിടെയുള്ളവർക്കും സേതുവേട്ടനും വേണ്ടിയിട്ടൊക്കെയാണ് ഭരതുമായിട്ട് വഴക്കിട്ടത്. എന്നാലും നിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കുറ്റബോധമായിട്ട് അവിടെ അവശേഷിക്കുന്നില്ല. സാരമില്ല, എല്ലാം റെഡിയാവും. ഇനി ഭരത് വന്ന് വിളിക്കുകയാണെങ്കിൽ നീ പോകണം. മാത്രമല്ല നീ അവനെ ശ്രദ്ധിക്കണം. നീ വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റും മോളെ എന്നൊക്കെ പറയാൻ. അതേസമയം ഭരതാകട്ടെ ബാറിലാണ് കേട്ടോ. അവൻ മൂക്കറ്റം കുടിച്ച് ആകെ അന്തമില്ലാതെ നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് അനിരുദ്ധൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനിരുദ്ധൻ ഭരത്തിനെ കണ്ടതും ഭരത്തിനെ അടുത്ത് തന്നെ സീറ്റ് ഉറപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഭരത്തെ, നിന്റെ ഭാര്യ ഇന്ന് നിന്നെ തള്ളിപ്പറഞ്ഞു. അതും നിന്നെ അത്രയും സ്നേഹിച്ച അവൾ. ഇതിനെല്ലാം കാരണക്കാരി ഒരൊറ്റൊരാളുള്ളൂ, ആ ഭാവന. അവളാണ് നിനക്കെതിരെ അരുന്ധതിയെ ഇങ്ങനെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് നീ ഒട്ടും വിട്ടുകൊടുക്കരുത്. ഇതിന് നീ തക്കതായിട്ടുള്ള ഒരു മറുപടി, ഒരു തിരിച്ചടി തന്നെ അവർക്ക് നൽകും. നിന്നെ കൊണ്ട് കഴിയും ഭരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ പിരികയറ്റാൻ കേട്ടോ. അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം അങ്കിളല്ല, ഭാവനേച്ചിയും അവർ തന്നെയാണ് അരുന്ധതിയുടെ മനസ്സ് മാറ്റിമറിച്ചത്.